വീട്ടിൽ വന്നിട്ട് ആകെ തിരക്കായിട്ടാണ് ഈ ദിവസങ്ങൾ പോകുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഉച്ചക്കലത്തെ ലഞ്ചിൻ്റെ ഒക്കെ പരിപാടികൾ കഴിഞ്ഞാലും പിന്നെ അമ്മയുടെ കടയിലേക്കുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കാണ് കേട്ടോ. അമ്മ ഇപ്പോൾ പരിപ്പോടെ ഇട്ടിട്ട് കഴിക്കാൻ വന്നാണ്. കുളിച്ച് സുന്ദരക്കുട്ടിയായിട്ട് മുഖം നിറച്ച് പൗഡർ വാരിയിട്ടിരിക്കുകയാണ്. അപ്പോൾ മുഖത്ത് പൗഡർ കൂടുതലാണെന്ന് പറഞ്ഞപ്പോൾ അത് തുടയ്ക്കുക കേട്ടോ. അമ്മ ഊണും കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും പരിപ്പൂടെ മൂത്തിട്ടുണ്ടായിരുന്നേ. ഞാൻ ഇടയ്ക്ക് മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അമ്മ അത് കോരി, പിന്നെ പോണ്ട, ഏത്തക്കാപ്പം, ഉഴുന്നുവട, അങ്ങനെ ഓരോന്നോരോന്നായിട്ട് എല്ലാം റെഡി ആയിട്ടോ. അമ്മയെ ഹെൽപ്പ് ചെയ്യാനായിട്ടൊരു ചേച്ചി ഉള്ളതാണേ. ഇന്ന് ആള് വന്നിട്ടില്ല. അപ്പം ഞാനാണ് അമ്മയുടെ അസിസ്റ്റന്റ്. പിന്നെ ഞാൻ നല്ലൊരു ചൂട് ഉഴുന്നുവടയും കൂടെ കഴിച്ചിട്ട് വീട്ടിൽ പോയി ചക്ക ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം അത് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ ഒന്ന് അരിഞ്ഞു വെച്ചിട്ട് സന്ധ്യ ആയപ്പോഴത്തേക്കും അമ്പലത്തിൽ പോയി. ഇവിടെ അമ്പലത്തിൽ ഉത്സവം നടക്കാണ്. ഇവിടെ വന്നപ്പോൾ ആകെപ്പാടെ ഉത്സവ തിരക്കാണ്. കുറേ നാൾ കൂടിയാണ് ഞാൻ ഉത്സവമൊക്കെ കൂടുന്നത്. നാട്ടിൽ നിന്നൊക്കെ മാറി നിന്ന് കഴിയുമ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് മിസ്സാവുമല്ലേ. ഉത്സവത്തിനൊക്കെ വരുമ്പോൾ പിന്നെ ചിന്തിക്കട വിസിറ്റ് മസ്റ്റാണല്ലോ. അങ്ങനെ ചിന്തിക്കടയിൽ പോയി. ഇപ്പോൾ പഴയ പോലെ ഒന്നും അല്ല കേട്ടോ. ചിന്തിക്കടയിലൊന്നും കാര്യമായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. പണ്ട് ഞാൻ ഈ കുപ്പി വളയും ശിങ്കാറ് പൊട്ടും ഒക്കെ ഇവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇപ്പം വളയൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അതിന് കുറച്ച് ടോയ്സൊക്കെ വാങ്ങി. പിന്നെ കുറേ സമയം അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിലൊക്കെ ഇരുന്ന് പ്രോഗ്രാമൊക്കെ കണ്ട് അങ്ങനെ ഹാപ്പി ആയിട്ട് വീട്ടിലേക്ക് മടങ്ങി.